വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ മിസിബിൾ മിക്സ്ചർ ഓഫ് ബെൻസീൻ ആൻഡ് ക്ലോറോഫോം ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഓപ്ഷൻ എ സബ്ലിമേഷൻ, ഓപ്ഷൻ ബി ഡിസ്റ്റിലേഷൻ, ഓപ്ഷൻ സി ഫിൽട്രേഷൻ, ഓപ്ഷൻ ഡി ക്രിസ്റ്റലൈസേഷൻ. ഇപ്പൊ ബെൻസീന്റെയും ക്ലോറോഫോമിന്റെയും അമിസിബിൾ ആയിട്ടുള്ള മിക്സ്ചർ, മിസിബിൾ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു മിക്സ്ചറിനെ നമുക്ക് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വെച്ചിട്ടായിരിക്കും നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഡിസ്റ്റിലേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മെത്തേഡ് ടു സെപ്പറേറ്റ് മിക്സ്ചർ ഓഫ് ഷുഗർ ഈസ് ഓപ്ഷൻ എ ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ, ഓപ്ഷൻ ബി സബ്ലിമേഷൻ, ഓപ്ഷൻ സി ക്രോമാറ്റോഗ്രഫി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ക്രോമാറ്റോഗ്രഫി ആണ് ഫോർ സെപ്പറേറ്റിംഗ് മിക്സ്ചർ ഓഫ് ഷുഗർ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ക്രോമാറ്റോഗ്രഫി. Next question, in Kejidal's method of estimation of nitrogen, the compound containing nitrogen is heated with option A concentrated hydrochloric acid, option B concentrated sulfuric acid, option C nitric acid, option D dilute hydrochloric acid. ഇപ്പൊ കെജ്ഡാൽസ് മെത്തേഡിൽ എങ്ങനെയാണ് നൈട്രജൻ എസ്റ്റിമേഷന്റെ ആ ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. നൈട്രജൻ ഉള്ള ആ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ടാണ് ഹീറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നൈട്രജൻ അമോണിയം സൾഫേറ്റ് ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൺവേർട്ട് ആവുമ്പോഴത്തേക്കും ആ ഒരു റിസൾട്ടിങ് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും എക്സസ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് അമോണിയ ഗ്യാസ് അവിടെ ലിബറേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ലിബറേറ്റ് ആവുന്ന അമോണിയ ഗ്യാസ് നമ്മൾ എക്സസ് ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എമൗണ്ട് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആ ഒരു റിയാക്ഷനിൽ എത്ര എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ് കൺസ്യൂം ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒരു എസ്റ്റിമേഷൻ എടുത്തിട്ടാണ് നമ്മൾ എമൗണ്ട് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, using Carrier's method, find out the percentage of bromine in the compound if 0.450 gram of organic compound give 0.200 gram of silver bromide. Given molar mass of silver equal to 108, molar mass of bromine equal to 80. Carrier's method വെച്ചിട്ട് പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യമേ നമുക്ക് മോളാർ മാസ് ഓഫ് സിൽവർ ബ്രോമൈഡ്, മോളാർ മാസ് ഓഫ് AgBr നമുക്ക് നോക്കാം. രണ്ടിന്റെ മോളാർ മാസ് ഇവിടെ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് 188 ഗ്രാം ആണ് മോളാർ മാസ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 188 ഗ്രാം ഓഫ് സിൽവർ ബ്രോമൈഡില് 80 ഗ്രാംസ് ഓഫ് ബ്രോമിൻ ആണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 0.200 ഗ്രാം ഓഫ് AgBrല് എത്ര ബ്രോമിൻ ആയിരിക്കും ഉള്ളത്? 80 into 0.200 by 188 ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 0.085 ഗ്രാം ഓഫ് ബ്രോമിൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 0.085 into 100 ഡിവൈഡഡ് ബൈ ഒരു ഹോൾ കോമ്പൗണ്ടിന്റെ ആ ഒരു വാല്യൂ നോക്കുക, ദാറ്റ് ഈസ് 0.450 ചെയ്യുമ്പോൾ നമുക്ക് 18.91% ആണ് കിട്ടുന്നത്. അപ്പം 18.91% ഓഫ് ബ്രോമിൻ ആണ് ആ ഒരു സിൽവർ ബ്രോമൈഡിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഇത് നമ്മൾ കാരിയസ് മെത്തഡ് വെച്ചിട്ടാണ് ഈ ഒരു വാല്യൂ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 18.91. Next question, carbon and hydrogen are detected by heating the compound with which of the following? Option A copper oxide, option B iron oxide, option C iron oxide, option D copper oxide. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കോപ്പർ 2 ഓക്സൈഡ് എന്ന് പറയുന്നത് കുപ്രിക് ഓക്സൈഡ് ആണ് വരുന്നത്. ദെൻ അയൺ 2 ഓക്സൈഡ് എന്ന് പറയുന്നത് ഫെറസ് ഓക്സൈഡ് ആണ്. നെക്സ്റ്റ് അയൺ 3 ഓക്സൈഡ് എന്താണ്? ഫെറിക് ഓക്സൈഡ് ആണ്. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ ഡി കോപ്പർ 1 ഓക്സൈഡ് എന്ന് പറയുന്നത് കുപ്രസ് ഓക്സൈഡ് ആണ്. ഇപ്പൊ കാർബണും ഹൈഡ്രജനും ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ കോമ്പൗണ്ടിനെ കോപ്പർ 2 ഓക്സൈഡ് അല്ലെങ്കിൽ കുപ്രിക് ഓക്സൈഡ് വെച്ചിട്ടാണ്
ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി ആ ഒരു കോമ്പൗണ്ടിൽ പ്രസന്റ് ആയിരിക്കുന്ന കാർബൺ ഓക്സിഡൈസ്ഡ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് ആവും. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഓക്സിഡൈസ്ഡ് ആയിട്ട് വാട്ടറുമായിട്ടും മാറുന്നതാണ്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കോപ്പർ ടു ഓക്സൈഡ്. ഈ ഒരു വീഡിയോ സെക്ഷനിലെ MCQs ഇത്രയേ ഉള്ളൂ. താങ്ക് യു.